സംസാരിക്കാറുണ്ട്, കാര്യങ്ങൾ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ അപ്പനോട്, സ്വർഗീയ പിതാവിനോട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്താണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? അതായത് അദൃശ്യനായ ദൈവവും ദൃശ്യനായ മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം. ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. എങ്കിലും നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു, അല്ലേ? കർത്താവിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അപ്പോൾ അദൃശ്യനായ ദൈവവും ദൃശ്യനായ മനുഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണം. പിന്നെയും നമുക്ക് പറയാം പ്രാർത്ഥനയെ കുറിച്ച്, ജ്ഞാനിയായ ദൈവവും അല്പജ്ഞാനിയായ മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം. എന്താണ്? ജ്ഞാനിയായ ദൈവം അല്പജ്ഞാനിയായ മനുഷ്യനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് എന്തെന്ന് പറയുന്നത്? പ്രാർത്ഥന. ആത്മാവിൻ്റെ ജീവശ്വാസം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് മനുഷ്യൻ ജീവിക്കുമ്പോൾ ആഹാരം വേണം, പിന്നെ എന്ത് വേണം? ഓക്സിജൻ വേണം, അല്ലേ? പ്രയർ എന്ന് പറയുന്നത് ഓക്സിജൻ. എല്ലാം നല്ല ആഹാരം കഴിച്ചു, പക്ഷേ വചനം ആഹാരമാണ്. പക്ഷേ പ്രാർത്ഥനയില്ലെങ്കിൽ ജീവനില്ല. വചനമുണ്ട്, പക്ഷേ പ്രാർത്ഥനയില്ലെങ്കിൽ അതിനകത്ത് ജീവനില്ല. അപ്പോൾ പ്രാർത്ഥനയാണ് നമ്മുടെ നിലനിൽപ്പ്. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഒരുവൻ